NICT English Medium School, Kuttikad, Moothedam. Powered by LEAD, the world of smart learning. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. NICT English Medium School, Kuttikad, Moothedam. ചാലിയാർ മയിലാടിയിലും നമ്പൂരിപ്പൊട്ടിയിലും കാട്ടാനകളുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മയിലാടി കരിവേലിൽ വർഗീസ് കുര്യൻ എന്ന അനിയന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും കമുകുകളുമാണ് ഇന്നലെ പുലർച്ചെ 3 മണിയോടെ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കായ്ഫലമുള്ള 15ലേറെ കമുകുകളും 10ഓളം തെങ്ങുകളും നശിപ്പിച്ചു. നമ്പൂരിപ്പൊട്ടിയിൽ നിലമ്പൂർ കോവിലകം വഴിസ്ഥലത്താണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. തെങ്ങുകളും കമുകുകളുമാണ് നശിപ്പിച്ചത്. വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ പുലർച്ചെ ടാപ്പിംഗ് നടത്തുന്നതിനിടെ കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട കോലോർ വീട്ടിൽ രാജൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പൊ 2 വരെ വാഹനക്കൂട്ടം അടുപ്പിച്ചു വന്നു. 1 മാസത്തെ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ചൊട്ടയിട്ട കവുങ്ങും തെങ്ങും എല്ലാം കളഞ്ഞു. വാഴ 100-150 എണ്ണം ഉണ്ടായിരുന്നു കൊലച്ച്, അതും മുഴുവൻ കളഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ രാത്രി ബാക്കിയും കൂടെ വന്നിട്ട് കളഞ്ഞു. ഇവിടെ ഞാനൊന്ന് പറയണത് എന്താ വെച്ചാൽ, വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ല, അതിന്റെ അടുത്തു കൂടെ പോകാൻ പാടില്ല. ഓരോ നിയമം ഉണ്ടാക്കി വെച്ച് ഓരോ അവളുമാരിയ്ക്കുകയാണ്. ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ജനങ്ങളില്ലെങ്കിൽ രാജ്യം ഉണ്ടാവുമോ? ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ജനങ്ങളില്ലെങ്കിൽ ഉണ്ടാവുമോ? ഇതെന്താ ആരും ശ്രദ്ധിക്കാതെ? വെറും വന്യമൃഗങ്ങൾ ഉണ്ടായാൽ രാജ്യത്തിലെ പേര് വെക്കുമോ? ഇവരെവിടുത്തെ നിയമം ഉണ്ടാക്കിയിട്ടായി നടക്കണേ? ഒരു രാജ്യം നിലനിൽക്കണം ജനങ്ങൾ ഉണ്ടായിട്ടല്ലേ. ഇത് ഈ വലിയവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ, ഇവർക്ക് ഇത് അറിയൂലായിരിക്കും. ഇത് ജനങ്ങളില്ല, രാജ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. വന്യമൃഗങ്ങൾ ഉണ്ടായതുകൊണ്ട് ആരും രാജ്യത്തിലെ പേര് നിൽക്കൂല. അല്ലെ വലിയന്മാർ നമുക്കൊന്ന് പറഞ്ഞു തരട്ടെ. നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഞങ്ങളിതെന്താ ചെയ്യണം? ഞങ്ങൾ കക്കാനും കുടിക്കാനും ഒന്നും പോണില്ല, ഒരു സർക്കാരിന് ദ്രോഹം ചെയ്യാനും പോണില്ല. ആരോടും ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തരാൻ വകുപ്പില്ല. നമ്മളിവിടെ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സർക്കാരിന്റെ മേടിച്ച് ജീവിക്കാതിരിക്കുന്നവരല്ലേ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.